ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആപ്പുകളൊക്കെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ആപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ആപ്പുകളെ നിരോധിക്കുകയാണോ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാര്യം നമ്മൾ ഇപ്പൊ സംസ്ഥാനത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറയുന്നത് പോലെ ഈ ആപ്പുകളെ നിരോധിക്കുക എന്നത് തീർച്ചയായിട്ടും അതൊരു അപ്രായോഗികമായിട്ടുള്ളൊരു നടപടിയാണ്. കാര്യം ഈ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ നെറ്റ്വർക്കാണ്. ആ ശൃംഖലയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആപ്പുകളും അതിന്റെ ഉപഭോക്താക്കളും ഒക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകളെ ഒന്ന് ബോധവൽക്കരിക്കുക. കാര്യം നമുക്കറിയാം ഇപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള സ്കാംസ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ അറസ്റ്റ് വഴി കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും ആ ഡിജിറ്റൽ അറസ്റ്റിൽ കൂടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും എന്ത് സംഭവിച്ചാലും ചുറ്റുമുള്ള നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാതെ ഇന്റർനെറ്റിന്റെ ലോകത്ത് മാത്രം വ്യാപരിക്കുന്ന ഒരു യുവതലമുറയുണ്ട്. ആ ഒരു തലമുറ എന്ന് പറയുന്നത് യുവതലമുറ മാത്രമല്ല, പ്രായമായിട്ടുള്ള ആളുകളും അതിന്റെ ഭാഗമായിട്ട് പൈസ ഉൾപ്പെടെ നിരവധി മാനസിക പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനെ, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടൂളാണ്, നല്ലൊരു നമുക്കറിയാം ഏത് ആവശ്യത്തിനും നമുക്ക് നമ്മുടെ കെ സ്മാർട്ട് പോലെയുള്ള പദ്ധതികളൊക്കെ കേരള സർക്കാർ നടപ്പിലാക്കി വരികയാണ്. അപ്പം ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓഫീസിൽ പോകാത്ത കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങാനും അല്ലെങ്കിൽ എന്താവശ്യവും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഗവേണൻസ് സംവിധാനം ഒക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല ടൂൾ, അതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സാധ്യതകൾ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഡേറ്റിംഗ് എന്ന് പറയുന്നത് നിരോധിക്കേണ്ട കാര്യമല്ല. അപ്പൊ അതുപോലെ തന്നെ ഡേറ്റിംഗ് ആപ്പ് നിരോധിക്കണം. പക്ഷെ ഈ ഒരു കുട്ടി എങ്ങനെ ഇതിന്റെ ഭാഗമായി, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും കുട്ടിയുടെ പേരൻസ് ആണ്. അതായത് പാരന്റൽ ആപ്പുകൾ നമുക്കുണ്ട്. അതായത് ഒരു കുട്ടി, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഡിവൈസുകളിൽ പാരന്റൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ആപ്പുകളിലൂടെ ഈ കുട്ടി ഏത് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, കുട്ടി എത്ര സമയം സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരും ഇത്തരത്തിൽ കുട്ടികൾ, കാര്യം ഈ രക്ഷകർത്താക്കളെക്കാളും അധ്യാപകരെക്കാളും ഒക്കെ മിടുക്കന്മാരാണ് ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പുതിയ ടെക്നോളജികൾ അറിയാം. അപ്പൊ മാറി അപ്പൊ എയുടെ കാര്യം പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ജെമിനി വഴിയുള്ള ആപ്പുകൾ വഴി കൂടുതൽ മനോഹരമായുള്ള ഫോട്ടോകളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ അതിന്റെ പിന്നിൽ പതിയിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അത്തരത്തില് ഈ കുട്ടി എങ്ങനെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അല്ലെങ്കിൽ കുട്ടിക്ക് ഈ ആപ്പിലേക്കുള്ള ആക്സസ് എങ്ങനെ കിട്ടി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ രക്ഷകർത്താക്കളും ഇത്തരത്തില് ഒന്ന് സ്മാർട്ട് ആവുക എന്നുള്ളത്. അപ്പൊ രക്ഷകർത്താക്കൾക്ക് അവബോധം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെയും പിന്നെ പോലീസിന്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. പിന്നെ ഇതിന്റെ പിന്നിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ, അതായത് നമ്മളൊരു കടൽ തീരത്ത് പോയാൽ നമ്മളവിടെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഫുട് പ്രിന്റ് അവിടെ ഉണ്ടാകും എന്നത് നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ചവിട്ടുന്ന നമ്മുടെ ഫുട് പ്രിന്റ്. അതുപോലെയാണ് ഇന്റർനെറ്റിന്റെ ലോകത്ത് നമ്മൾ ലീവ് ചെയ്യുന്ന ഫുട് പ്രിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കുകൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇതൊന്നും ആരും അറിയുന്നില്ല, ഇതൊന്നും പിടിക്കപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും ഈ കേസിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആ കുട്ടി 16 വയസ്സുള്ള കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്തോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായില്ലെങ്കിൽ ആ കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടിയിലൂടെ ശിക്ഷ വാങ്ങിക്കൊടുക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനി ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ആപ്പ് നിരോധിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണവും അഭിപ്രായം. തീർച്ചയായും ഈ ആപ്പ് നിരോധിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അതുമാത്രമല്ല അത്ര പ്രായോഗികമായ ഒരു കാര്യവുമല്ല. പക്ഷേ ഈ 16 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് അതെങ്ങനെയാകും ഈ ഒരു ആപ്പ് എടുത്തിട്ടുണ്ടാവുക? കാരണം എന്തായാലും ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ ഉണ്ടാകേണ്ടതല്ലേ ഈ ആപ്പിലാണെങ്കിൽ പോലും? തീർച്ചയായിട്ടും നമുക്കത് സ്വകാര്യതയുടെ ഭാഗമാണ്. കാര്യം നമുക്ക് നിലവില് ഇപ്പൊ ഒരു ഒരു മൊബൈൽ കണക്ഷൻ എടുത്താൽ പോലും അതിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് പറയാൻ നമുക്കറിയാം ആധാറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശരിക്കും നമ്മുടെ രാജ്യത്ത് നിലവിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഓരോ ഫേസ്ബുക്ക് ഉപഭോക്താവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവരെ ആധാറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഏജ് കുറഞ്ഞ ആളുകളൊക്കെ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ
ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും നമുക്ക് ഇത്തരത്തില് നമുക്കറിയാം ആധാർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കാര്യം നമ്മുടെ രാജ്യത്തിനുള്ളിലെ പൗരന്മാരുടെ വിവരങ്ങൾ രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് അതിന്റെ സെർവറുകളൊക്കെ നമുക്കറിയാം ഈ ആധാർ വിവരങ്ങളുടെ ചോർച്ച അല്ലെങ്കിൽ അതൊക്കെ വളരെ ഭീമമായിട്ടുള്ള നഷ്ടം രാജ്യത്തിനുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാരുടെ വ്യക്തി സുരക്ഷ അല്ലെങ്കിൽ അവരുടെ ഡിജിറ്റൽ ഒരു പ്രൈവസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഡേറ്റിംഗ് ആപ്പ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തുള്ള ഒരു ഡേറ്റിംഗ് ആപ്പ് ആണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ടിക്ടോക്ക് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യം നിരോധിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ തരത്തിലുള്ള രാജ്യസുരക്ഷയും നമ്മുടെ വ്യക്തി വിവരങ്ങളുടെ ചോർച്ചയും ഒഴിവാക്കുന്നതിന് വേണ്ടി ടിക്ടോക്ക് പോലെയുള്ള ചൈനീസ് അധിഷ്ഠിതമായിട്ടുള്ള ആപ്പുകൾ നമ്മൾ നിരോധിച്ചതുപോലെ ഇത്തരത്തിലുള്ള ആപ്പുകൾ കേന്ദ്ര സർക്കാരിന് ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ നമുക്ക് റീസെന്റ് അറിയാം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം റെസ്ട്രിക്ട് ചെയ്യാനായിട്ടുള്ള നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ നടപടികൾ ആരംഭിക്കുകയാണെങ്കിൽ അതിൽ 2 ഘടകങ്ങൾ കാണുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ലൈംഗികമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ നമുക്ക് തടയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഇത് ക്രിയേറ്റീവ് പാത്താണ്. നമുക്കറിയാം ഈ കുട്ടികൾ ഇതുമായിട്ട് എക്സ്പോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇതിൽ നിന്നും പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ താഴെകൾ എന്നും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കുട്ടികളെ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും അവന്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവന് നാളത്തെ ഒരു പൗരനായിട്ട് മാറുമ്പോൾ ഇതെല്ലാം അവന് ആർജിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ റീലുകളിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അതും ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ളവരാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. അങ്ങനെ ആ ഒരു തലത്തിൽ പരിശോധിക്കുമ്പോൾ ശരിക്കും ഇത് കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിന് സ്കൂൾ തലത്തിൽ തന്നെ അതിനുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ നമ്മൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അല്ലാതെ അതിൽ നിന്ന് നമ്മൾ പേടിച്ച് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളത് ശരിക്കും അത് നമ്മുടെ കുട്ടികളെ തന്നെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമുക്ക് അത്തരത്തിൽ പരിമിതികൾ നിലവിലുണ്ട് എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കി നമ്മൾ പെരുമാറുക, അത്രയേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.